പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. അതായത് വാക്കുകൾ കൊണ്ട് ശരമെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി ഒടുവിൽ ഉത്തരം മുട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബാലകൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു. അതിന് ഉദാഹരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സിന് 99 സീറ്റ് ലഭിച്ചപ്പോൾ ആശ്ചര്യത്തോടുകൂടി പരീക്ഷാ പേപ്പർ വിതരണം ചെയ്യുന്ന അധ്യാപകൻ ആ കുട്ടിക്ക് 99 മാർക്ക് 100 ലഭിച്ചു എന്ന് പറഞ്ഞ് കുട്ടി ആശ്ചര്യപ്പെടുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യമെന്നും, എന്നാൽ 99 കിട്ടിയത് 543 സീറ്റുകളുള്ള ലോക്സഭയിലാണ്, 100 സീറ്റുകളല്ല മൊത്തത്തിലുള്ള ടാർഗറ്റ് എന്നും നരേന്ദ്രമോദി പറഞ്ഞ് പരിഹസിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ എതിർത്തു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷത്തിന് മൊത്തത്തിലുള്ളത് 234 സീറ്റുകളാണ്, ഭരണപക്ഷത്തുള്ളത് 292 സീറ്റുകൾ. അവിടെ എങ്ങനെയാണ് നിങ്ങൾ കോൺഗ്രസിനെ മാത്രം കൃത്യമായി ഡിസെക്റ്റ് ചെയ്ത് അതിനെ വേർപെടുത്തി കാണാൻ കഴിയുന്നത് എന്ന വലിയ ചോദ്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന് ഒറ്റയ്ക്ക് മത്സരിക്കണമായിരുന്നെങ്കിൽ എത്രയേറെ സീറ്റുകളിൽ മത്സരിക്കാമായിരുന്നു. കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്തത്. അതാത് പ്രദേശങ്ങളിൽ അതാത് രാഷ്ട്രീയ പാർട്ടികളുമായി കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ സഖ്യമുണ്ടാക്കിയാണ് മത്സരിച്ചത്. ഫലമോ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ പ്രാതിനിധ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടിക്ക് 37, DMKക്ക് 23. അത്തരത്തിലേക്ക് നീണ്ടുപോവുകയാണ് കാര്യങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ നിന്നും 29 സീറ്റുകൾ ലഭിച്ചു. ഇത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഒരു രാഷ്ട്രീയം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാദി സഖ്യത്തിന് ലഭിച്ച നേട്ടത്തിൽ കോൺഗ്രസിനാണ് ഏറ്റവും വലിയ സീറ്റ് ലഭിച്ചത്. ഇത്തരത്തിലാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിയത്. ഇതിനെയാണ് നരേന്ദ്രമോദി പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ മോദിയുടെ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാൻ ഇത്തവണ കഴിയില്ല. കോൺഗ്രസിൻ്റെ ആപ്തഭാഗ്യം കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരണമെന്നോ കോൺഗ്രസിൻ്റെ സീറ്റ് ഡബിളായി ഉയർന്നു എന്നുള്ളതോ ഒന്നുമല്ല. കോൺഗ്രസ് കൃത്യമായി പറഞ്ഞത് ദേശീയ തലത്തിൽ BJPയെ തള്ളി താഴെ ഇറക്കുക എന്നുള്ള അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയായിരുന്നു അവിടെ വർക്കൗട്ടായത്. അതിലാണ് കോൺഗ്രസ് സംതൃപ്തരായത്. അതിനെ പരിഹസിക്കാൻ മോദിക്ക് എന്ത് രീതിയിലുള്ള കാര്യമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്? ഉത്തരേന്ത്യയിൽ വർഗീയത പ്രചരിപ്പിച്ച് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി മുന്നോട്ട് പോയ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും അയോധ്യയിൽ നിന്ന് തന്നെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവധേഷ് പ്രസാദ് എന്ന ഫൈസാബാദ് MP സമാജ്വാദി പാർട്ടി നേതാവാണ്. അദ്ദേഹം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ഫൈസാബാദിൽ നിന്ന് ജയിച്ചു. അവിടെ ഒരു സർവേ നരേന്ദ്രമോദി നടത്തി നോക്കി. അവിടെ BJPക്ക് ജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം വാരണാസിയിൽ തന്നെ പോയി മത്സരിച്ച് കഷ്ടിച്ച് ജയിച്ചത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അവധേഷ് പ്രസാദിൻ്റെ കൈ ഉയർത്തിയപ്പോൾ അവധേഷ് പ്രസാദിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് എത്രമാത്രമായിരുന്നു എന്ന് BJP വീണ്ടും വീണ്ടും മനസ്സിലാക്കിയാണ്. അയോധ്യയിൽ മാത്രമല്ല, നിങ്ങൾ ഹിന്ദുവല്ല എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി പറഞ്ഞ നിമിഷം മുതൽ ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിച്ചു. ഹിന്ദുക്കളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിമേർ അവകാശം എടുക്കാൻ നരേന്ദ്രമോദി നടക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി അല്ല നരേന്ദ്രൻ എന്ന സ്വാമി വിവേകാനന്ദൻ ഹിന്ദു ഐക്കണായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഹിന്ദുത്വം എന്തായിരുന്നു? ഗാന്ധിജിയുടെ ഹിന്ദുത്വം എന്തായിരുന്നു? KC വേണുഗോപാൽ കൃത്യമായി ലോക്സഭയിൽ മറുപടി പറഞ്ഞതുപോലെ ഗാന്ധിജിയുടെ ഹിന്ദുത്വം എന്നത് സഹിഷ്ണുതയുടെയും സഹനതയുടെയും ഹിന്ദുത്വമാണ്. ഗാന്ധിയുടെ ഘാതകനായ നാത്തൂറാം വിനായക് ഗോഡ്സെയുടെ ഹിന്ദുത്വം എന്നത് ഹിംസ ചരിത്രമാണ് അവിടെ അവർക്ക് പറയാനുള്ളത്. രാഷ്ട്രീയപരമായി ഹിന്ദുത്വത്തെ എങ്ങനെയൊക്കെ പൈശാചികമായി ചിത്രീകരിക്കാമോ, എങ്ങനെയൊക്കെ അതിനെ വികലമാക്കാമോ, അതൊക്കെയാണ് വർഗീയ രീതിയിലുള്ള പോരാട്ടം നടത്താൻ BJP ഉപയോഗിക്കുന്നത്. അതിനെ പൊളിച്ചെടുക്കാൻ ഇന്ന് കോൺഗ്രസ് പാളയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മേന്മ.